കുടുംബ ബന്ധം, ഉമ്മയും ഉപ്പയും എന്ന ബന്ധം എന്റെ പ്രിയപ്പെട്ട മക്കളെ എത്ര വലുതാണ്. സ്കൂളിൽ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം, കോളേജുകളിൽ ക്യാമ്പസുകളിൽ നമുക്ക് നല്ല ചങ്കുകൾ ഉണ്ടാകാം, ബെസ്റ്റുകൾ ഉണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം. പക്ഷേ നമ്മുടെ ഉമ്മയോളം ഉപ്പയോളമുള്ള ആ ഒരു സ്നേഹത്തെ, ആ ഒരു കടപ്പാടിനെ കവച്ചു വെക്കുന്നതാകരുത് നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ. പെൺകുട്ടികളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിസുന്ദരനായ ഒരു പുരുഷനെ നിങ്ങൾക്ക് ഭർത്താവായി ലഭിച്ചേക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ ആ ഭർത്താവിന് കഴിയില്ല. എന്റെ ചെറുപ്പക്കാരെ, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഭാര്യയായി കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ ആ പെണ്ണിനെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ഇത് അല്ലാഹു ലോകത്ത് വെച്ചൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനുഷ്യന് തെളിവ് പോലും ആവശ്യമില്ലാതെ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്, അല്ലേ? ഒരു ഉമ്മയോടും വാപ്പയോടും മക്കളെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞില്ല ഖുർആൻ. എന്തേ? അത് ജന്മന അള്ളാഹു നൽകി കഴിഞ്ഞതാണ്. മക്കളോട് പറഞ്ഞു വാപ്പയും ഉമ്മയും സ്നേഹിക്കണം. അത് തർബിയത്തിലൂടെ കിട്ടുന്നതാണ്. വാപ്പക്കും ഉമ്മക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ മക്കളെ സ്നേഹിച്ചിരിക്കും. പക്ഷെ മക്കളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. അവരുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ ശബ്ദിക്കരുത്. നിങ്ങൾ കുറച്ച് ആരോഗ്യവും കുറച്ച് കരുത്തും കുറച്ച് എനർജിയും കുറച്ച് മസിലൊക്കെ വരുമ്പോ നിങ്ങളുടെ മാതാപിതാക്കൾ ദുർബലരായിരിക്കും. അവർക്കും ആ സ്റ്റേജ് കഴിഞ്ഞു പോയതാണ്. പക്ഷേ നിങ്ങളുടെ കൈക്കരുത്തിന്റെ മുമ്പിലോ നിങ്ങളുടെ തുറച്ച നോട്ടത്തിന്റെ മുന്നിലോ നിങ്ങളുടെ വാപ്പയെ നിങ്ങൾ ചെറുതാക്കി കാണരുത്. നിങ്ങളുടെ ഉമ്മയെ ദുർബലയാണെന്ന് വരുത്തരുത്. അവരുടെ മുമ്പിൽ അടിമകളെ പോലെ നിൽക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഔന്നിത്യമാണ്. ഇത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട്, ഉമ്മ ഞാൻ ഹജ്ജ് ചെയ്ത് വരട്ടോ. എന്ത് ഹജ്ജ്? അവൻ എന്തറിഞ്ഞു എന്താണ് ഹജ്ജെന്ന്, സഫയും മറുവയും എന്താണെന്ന് എങ്ങനെ അറിഞ്ഞു? പിതാവിനോട് ദേഷ്യം പിടിച്ചും പിതാവിനോട് മിണ്ടാതായും പിതാവിനോട് ആക്രോശിച്ചും പിതാവിനെ തല്ലിയും പിതാവിനെ മാനം കെടുത്തിയും ഹജ്ജിനും ഉംറക്കും പോകുന്നവരറിയണം, അത് പൊരുത്തപ്പിടിച്ചിട്ട് പോയാൽ മതി, അവരുടെ പൊരുത്തം വാങ്ങിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ അവിടെ തുറക്കപ്പെടുകയില്ല. അള്ളാഹു നമുക്കൊക്കെ മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.